കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം. ഫസ്റ്റ് ഞാൻ മെഞ്ഞാന്നിന്റെ വൈഫ് അവരിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ട് ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമൊന്നും ഞങ്ങളാരും നോക്കണം. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദീപകണ്ണ പോലത്തെ ഒരാളെ കണ്ടിക്കണ്, എന്താ സത്യം എന്താണെന്ന് വെച്ചിട്ട് അവനാവൂല, അവനങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല, അവനങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കൂല. ഇത്രയും കാലം ഞാൻ അവൻ്റെ കൂടെ നടത്തിന് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ പോകാത്ത നാടുകളിൽ നമ്മളെല്ലാം അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണം, റിസോർട്ട് എടുക്കാൻ താമസിക്കുന്നതാണ്. ഞങ്ങളാരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല, ഞങ്ങളങ്ങനത്തെ ഒരു വേണ്ടത്ത രീതി ചിന്തിച്ചിട്ടും ഇല്ല ഇതുവരെ. അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവനാവല്ല. പിന്നെ അവളെ കാണിച്ചെന്നാണ് ഞാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ഒന്നാമത് ഞാൻ ടയർഡായിരുന്നു മെഞ്ഞാന്ന് രാത്രി. അപ്പോൾ ഓക്കെ എന്നാണ് കിടന്നത്. പക്ഷെ എനിക്കിത് മനസ്സിങ്ങനെ അലട്ടഞ്ഞ അവനാണോ എന്നുള്ളൊരു ഇത് മനസ്സിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, നീ പോയിനടാ അവിടെ പയ്യന്നൂരോ കണ്ണൂർ അവിടെ പോയിനോ എന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞാടാ ഞാൻ അങ്ങനെ പോയിനു, എന്തേന്ന് വെച്ചു. അവൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നീയാണ് അതിൽ ഇതായിട്ട് കാണിക്കണതുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞാടാ ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ടയേർഡായിരുന്നു, ഞാനിങ്ങനെ ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്, എന്താ സംഭവം എനിക്കറിയില്ല, വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നീ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് അയക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ഷെയർ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടെന്താ തോന്നണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാം, അത് ഫേക്ക് ഇതായി കണ്ടാലറിയാം, അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കണം. പെൺകുട്ടിയെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2.3 മില്യൺ അവർക്ക് റീച്ച് കിട്ടിയ, 2.3 മില്യൺ വ്യൂസാണ് കിട്ടുക. കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരീരമായിട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാ വിഷയത്തിലും ഒരു ചെറിയൊരു വേരിയേഷൻ, ഓരോ സൗണ്ടിലൊരു വേരിയേഷൻ എനിക്ക് മനസ്സിലാവും ഓന് വിഷമമുണ്ട് എന്നുള്ളത്. ഞാനാണ് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവനോട് ഇതിനെ തലേന്ന് രാത്രി സംസാരിച്ചു. ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് വെച്ചിട്ട് എൻ്റെ മറ്റുള്ള 2 സുഹൃത്തുണ്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ഞങ്ങൾ 4 പേരാണ് ഉണ്ടാവുക. ഈ 2 പേരെ പോലും ഞാൻ അറിയിച്ചിട്ടില്ല. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള അനു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവനെ വരെ ഞാൻ അറിയിച്ചില്ല. കാരണം ഈ വിഷയം ഇനി ചർച്ച ചെയ്തിട്ട് അവന് കൂടുതൽ വിഷമം ഉണ്ടാച്ചിട്ട് ഞാൻ അവന് മാത്രം അറിയാമെന്നുള്ളതിൽ. പിന്നെ ഇത് അറിയണ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അതൊന്നല്ല, അത് അവനൊന്നല്ല, ഫേക്കാണെന്ന് പറഞ്ഞ് ഞാൻ കൈ കഴിഞ്ഞത്. ഇതിനായിട്ട് ഇത് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാലറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്, ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്ന് കൊടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അവർ സൗകര്യം ചെയ്യാണ്. അവർ മാക്സിമം അത് മുതലെടുക്കാൻ ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. വീഡിയോ ആ വിഷയം ഞാൻ വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല. അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ. ഒരു കുട്ടീനെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളത് എന്നുള്ള കാര്യം. പിന്നെ ഇവന് ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയണം നീ ടെൻഷൻ അടിക്കല്ല. ഓൻ അതിൽ ഓവർ പാനിക് ആയിട്ടൊന്നുമില്ല, അവൻ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല. അവൻ സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചാൽ അവന് ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാം. നീ വക്കീലിൻ്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞാണ്. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ 2 സ്വിച്ച് ഓഫ്. എനിക്ക് ടയർഡ് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്, ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ ഫോൺ 6 മണിക്ക് അലാറം അടിഞ്ഞ് ഫോൺ ഓൺ ആയാടാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ ഇവിടെ ആകെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, പ്രായാധികമുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ.